എല്ലാം കയറ്റിയിടാ. ആ കയറി. 10 മൈൽ ചെക്കിംഗ് ഉണ്ട്. വനത്തിൽ കൂടെ പിടിച്ചോ. ഹലോ ഹലോ. ഓവ. ഓ ശരി ശരി ശരി. ഓവ സിസ്റ്ററാ, ജോസ് പോന്നിട്ടുണ്ടെന്ന്. വനത്തിൽ എങ്ങനെയാ ജോസേ, മഴ ഉണ്ടോ? ആ തോർച്ചയാ. ആണോ? നീ പോരുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. ആ ഉണ്ടേ വാ കേറ്. ചേട്ടാ പൊക്കിക്കോ. ഓ ഓ അങ്ങോട്ട് തള്ളിയിട്ടാ. அம்மா முடிஞ்சாச்சு. சரி. கம்பன் சிட்டியில் என்ன படம் போட்டிருக்கேன்னு தெரியுமா? தெரியலையே. சிவாஜி. போலாமா? നമസ്തേ. നമസ്തേ. ജോസെന്നാ ഇവളോട്? അയ്യോ ഞാൻ ചുമ്മാ നല്ല ചായ. ഇവിടെ പുറത്തുനിന്ന് വരുന്നവർക്ക് നല്ല ചായ കൊടുക്കാറുള്ളൂ. ചായ മാത്രമേ കൊടുക്കാറുള്ളൂ. സേതു വിളിച്ചിരുന്നു. ജോസ് സാധനം എത്തിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞോ? കഴിഞ്ഞു. ആലുവയിൽ എത്തിയാൽ ഞങ്ങൾ ധ്യാന കേന്ദ്രത്തിൽ ഇറങ്ങും. അവിടുന്ന് ജോസ് വണ്ടിയും കൊണ്ട് പോകും. കൃത്യം 4 മണിക്ക് വണ്ടി തിരികെ ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചു തരും. അങ്ങനെയാ സേതു പറഞ്ഞിരിക്കുന്നത്. ജോസ് കേറിക്കോ. ജോസിപ്പ പിന്നെയും വിളിച്ചായിരുന്നു. വരുമോന്ന് ചോദിച്ചിട്ട് ഗോഡൌണിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ஐயா நான் இன்னைக்கு பேசி முடிச்சிடுறேன். ஐயா ஐயா நான் அப்புறம் கூப்பிடுறேன். ஓகே. വാടാ. അന്നമോ ഞാൻ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ല അഡ്വാൻസ് മറ്റേ ഫ്ലാറ്റിന്റെ. ഓക്കെ ഓക്കെ താങ്ക് യു. മിസ്റ്റർ പുരുഷോത്തമ പിള്ള, ഞങ്ങള് അടുപ്പമുള്ള ഒരു അപ്പിച്ചായിന്ന് വിളിക്കും. ഹലോ, ഞാൻ വിളിച്ചോളാം. ഡ്രൈവർ രാജ്മോഹൻ. നീ മറ്റേ ഗോഡൌൺ എല്ലാം കാണിച്ചു കൊടുത്തായിരുന്നോ സാറിന്? ആ ചവിട്ടലൊക്കെ പുള്ളിക്ക് വേണ്ടെന്ന് വെച്ചാ ഒപ്പിട്ട് വാങ്ങിച്ചോണം. പേരെന്നാ പറഞ്ഞ? രാജ്മോഹൻ. ഇവിടെ രേഖ. എവളോ വന്ന് കണ്ടോളൂ. വിളിപ്പിച്ചോണ്ടാ മതി. എപ്പോഴാ വേണ്ടെന്ന് വെച്ചാലോ. ജോസ് കമ്പിളി ഉണ്ടോ ജോസ്? അവിടെയാളാ. വാടാ. അപ്പൊ കണ്ടുവെച്ച ബോധമുള്ള നീ കണ്ടോ? ഒറ്റ വാശിയിലുള്ള നിപ്പാണ് കാഴ്ച പോലെ. അല്ലയോടാ എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്നാ കോപ്പാജിയുണ്ടേ? നിങ്ങൾ ചുമ്മാ കൂന്ന് മൂളിയാ പോരാ. അപ്പിച്ചായിക്ക് അറിയാൻ മേലായിട്ടല്ലോ ഊരും മാറി പിടിച്ചോണ്ട് കളിയാ ജോസി കളിച്ചോണ്ടിരിക്കുന്നേ. ഇതായി എനിക്ക് അപ്പിച്ചായി നിൽക്കുന്നുണ്ടോ? വേണ്ടേ കൊല്ലം 10 രൂപയായി നിങ്ങൾക്കും നിങ്ങളുടെ സേവ് സാറിനും വേണ്ടി ഞാൻ ഈ കൊടുങ്കാട്ടി കിടന്ന് മടക്കുന്നു. എന്നിട്ട് എന്നാ ഓരോ തവണയും വിളവെടുത്ത് ഗോഡൌണിൽ കൊണ്ട് കെട്ടി താത്തി തരുമ്പോ നിങ്ങളൊരു കെട്ടറിഞ്ഞു തരും. എന്നാടാ പറ്റി ഇത് ഇന്നൊന്നും പറഞ്ഞു. എന്നിട്ട് അതേ കിള്ളിയും കീറിയും കണ്ടത് എണ്ടിക്കും നാറിക്കും ഫോറസ്റ്റുകാർക്കോ കഴിവേറ്റി കഴിയുമ്പോ കൊടുക്കാൻ പിന്നെ യോജന എന്നതാ മിച്ചം. ഒന്ന് ഊട്ടിക്കേ. ഉപ്പിക്കോ
ഇതും കൂടെ ഉള്ളൂ. ഇനി തുപ്പിക്കുകയല്ലേ യോസ്. ഇത് ഒടുക്കത്തെയാ. ഇത്തവണത്തെ കൊണ്ട് യോസ് അങ്ങ് നിർത്തുക. നിങ്ങളുമായിട്ടുള്ള ഇടപാട് അപ്പൊ കാണാം യോസ് ആരാണം. അല്ല പിന്നെ ജോസേ, ഹെ. ഇതൊന്ന് ഉടുപ്പിച്ചേ. ഏതാ? ഈ മുണ്ടൊന്ന് ഉടുപ്പിക്കാന്. ഉം. നിന്റെ ചേട്ടായി കമ്മളി കണ്ട പാപ്പി ഇപ്പൊ എവിടെണ്ടാവൻ? കിടന്ന കിടപ്പ് തന്നെ കുടുംബത്ത്. അങ്ങ് ഷിമോഗയിൽ വെച്ച വനത്തിൽ കൂടെ നടക്കുമ്പോ നിന്റെ ചേട്ടായി പാപ്പി ഒരു 4-5 അടി മുന്നില്, അപ്പൊ ചായ പുറകില്. അങ്ങനെ പാറയുടെ മണ്ടയ്ക്കോട്ട് അവൻ എന്നെ കയ്യെ പിടിച്ച് വലിച്ചു കയറ്റുമ്പോ കാലൊന്ന് തെന്നി. കയ്യിലിരുന്ന ഏട്ടക്കുഴലിന്റെ കാഞ്ചല് ഇത് വിരലൊന്ന് പാളി നിറയായിരുന്നു. കണ്ട് ഈ വലുപ്പത്തിലുള്ള പീസാണ് തെറിച്ചത് പാപ്പിയുടെ നടുവേന്ന്. ജോസേ, എടാ അന്ന് ഏതാണ്ട് ഏറെക്കുറെ നിന്റെ ഇപ്പോഴത്തെ പ്രായം തന്നെയാ പാപ്പിക്ക്. ഉള്ളിര് അങ്ങനെ അങ്ങ് പേടിപ്പിക്കല്ലേ പുരുഷോത്തമൻ പിള്ള സാറേ. നാലും കൽപ്പിച്ചുള്ള നിലയായോസ്. ഇത്തവണ നിങ്ങൾ സമ്മതിച്ചാലും ശരി ഇല്ലേലും ശരി യോസ് സേതു സാറിനെ കാണും. കണ്ടേ ഒക്കത്തുള്ളൂ, കണ്ടേച്ചേ പോകത്തുള്ളൂ യോസ്. ഇല്ലല്ലോ. എന്നാ പിന്നെ നിങ്ങൾ കണ്ടോന്റെ അപ്പിച്ചായി. ഇന്നേ തീയതി വരെ നിങ്ങൾ കൊന്നതിന്റെയും കൊല്ലിച്ചതിന്റെയും കഞ്ചാവ് തൊട്ട് നടത്തുന്നതിന്റെയും സകലമാന ചരിത്രങ്ങൾ അറിയുന്നവനാ യോസ്. ഓർത്തോ, ഇണക്കിയാ പിന്നെ പാമ്പാ ആണല്ലേ യോസ്. തേണ്ടേ ഇനി ഒന്നും കൂടെ ജയിലിൽ കിടന്ന് കമ്പി എന്നുണ്ടെന്നുണ്ടെങ്കിൽ സുഭദ്ര കാർ അയച്ചോളൂ. നീ ഗസ്റ്റ് ഹൗസിൽ വെയിറ്റ് ചെയ്താൽ മതി. ശരി. എവിടെയാടോ എത്തിയോ ഓടനമ്പരാൻ? അപ്രോച്ചിങ് സാർ. കുറച്ച് മുമ്പ് കോസ്റ്റ് ഗാർഡിന് മെസ്സേജ് ഉണ്ടായിരുന്നു. അടുത്തൊന്ന് പറഞ്ഞു. എന്താടാ വാറണ്ടുണ്ടോ സേതുവിനെ അറസ്റ്റ് ചെയ്യാൻ? ഗോവയെന്ന് മൊയ്തുവിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ക്രൂസ് ഷിപ്പിൽ പുറപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട്. ഹായ് ബാലു. അല്ലെങ്കിൽ തന്നെ നീ ഇങ്ങനെ പെൺപടയുമായിട്ട് വന്ന് ഇറങ്ങുമ്പോ നല്ലതാ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ. റൈറ്റ് ഹെലൻ? You said it. സേതുരാസലയിലേക്ക് ഇറങ്ങുന്നെങ്കിൽ അത് 12 നോട്ടിക്കൽ മൈൽസ് ഓഫ് ഷോർ. നിന്റെ കൂടെ സ്റ്റേറ്റ് പോലീസിന്റെയും ഇന്ത്യ മഹാരാജ്യത്തെ ഏതൊരു പോലീസിംഗ് ഏജൻസിയുടെയും അധികാര പരിധിക്ക് പുറത്ത്. അവിടെ സേതു ഒരു ചെറിയ ആറ്റം ബോംബ് പൊട്ടിച്ചാലും ശരി, രോമം തൊടില്ല ഒരുത്തനും. ഭദ്രേ, നീ എവിടെയാ? ഓക്കെ. കയ്യേറി. ബാലു, നിന്നെ ഞാൻ 4ആയിട്ടാണ് കാണുന്നത്. 4ആയിട്ട്. സേതു, കഷ്ടം. യു കനോട്ട് ഡു ദിസ് ടു ഹിം. Hey, no. എടാ ഇവനെ പിഴപ്പിച്ച് ഈ കോലത്തിലാക്കിയത് ഞാനല്ല, നീയാ. കൂനൂര് ബോർഡിംഗ് പഠിക്കുമ്പോ. സേതു, ഞാൻ അതേടാ, അന്ന് ഹൈ റേഞ്ചിലെ കൊടി കെട്ടിയ കഞ്ചാവ് തോട്ടക്കാരനാ സേതുവിന്റെ തണ്ട നാരായണൻ നായർ. എന്നിട്ടും ആയുസിൽ ഒരൊറ്റ ദം എടുത്തിട്ടില്ല സേതു. നീയാ 4 വർഷം ജൂനിയറായിട്ട് വന്ന് ഇവൻ ചേരുമ്പോ മുതല് സോഴ്സ്, സ്പോൺസർ, സപ്ലയർ, ഗുരുജി മഹാരാജ് എല്ലാത്തിലും. Come on, Sidhu. സർ, ഹായ് സിറ്റി. കൈയെടുക്ക. അതെന്നാടി കൈയെടുക്കാൻ. എടാ അത് ഭദ്രയാ, കൈയുടെ.
ദാ, നിന്റെ ഈ പെങ്ങളുണ്ടല്ല ഇവിടെ ഉണ്ടല്ല ഞാന് പോട്ടടി പാടിയുടെ അത് ഇപ്പൊ തോന്നിയാ പോരാ. മാറിക്കോ. എത്ര പെണ്ണുങ്ങളുടെ മണമാടാ നിന്റെ ദേഹത്ത്. അയ്യോ എന്നില്ല എന്നത്തെ ഹെലൻ, ബ്രിജിഡ, നഫീസ. അല്ല എന്താ സേതു പ്രശ്നം? ഗുരുവായൂർ തൊഴുത് മമ്മിയോട് നടയിൽ നിൽക്കുമ്പോഴാ ഇവള് വിളിച്ചത്, പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട്. എന്നിട്ട് എന്താടി ജോസ് കൊന്ന് കടല് കെട്ടി സത്യവനെ നീ അപ്പിച്ചായും കൂടെ? അയ്യോ, ഞാൻ രാജാക്കാട്ടിരിക്കുമ്പോ ബാലമുരുകൻ തിയേറ്ററിൽ നിന്ന് കണ്ട പടവാ കഴിക്കാത്ത മേധയി. എത്ര അടി കൊളസ്ട്രോള്? അത് സുഭദ്ര ലാബി വിളിച്ച് അന്വേഷിച്ചു. ടു ഹൈ. ആ ഡ്രിങ്ക് അങ്ങ് വാങ്ങിക്ക്. അയ്യോ എന്തു പറ്റി? ഒരു എങ്കിലെന്തോ വന്നാൽ എന്നുവെച്ചാ 4-ാമത്തെ വയസ്സില് തള്ളയുടെ മുലയെന്ന് പറിച്ചോണ്ട് വന്നതാ ഞാൻ അവനെ, ഈ ജോസിനെ. വനത്തില് എന്റെ ഏർമാടത്തിന്റെ ചോട്ടിൽ ലച്ചിപ്പാത്ത മേടയ്ക്ക് വളർന്ന് ചെറുക്കനാ. എന്നിട്ട് അവൻ എന്നോട് തന്റെ ശോകം വേണ്ട. അപ്പിച്ചാടി ശരീരക്കൂറിന് ശോകം ചേരില്ല. ഭദ്രേ, നിനക്ക് ഓർമ്മയില്ലേടി? കാട്ടിലും മലയിലും പിന്നൊടുക്കം ജയിലിലും ആജീവനാന്തം ലൈഫ് പാർട്ണർ ആയിരുന്ന നമ്മുടെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിളക്ക് വെച്ച് വിരിച്ചു കിടത്തുമ്പോ ചെറുപ്രായത്തിലാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരിറ്റ് നീര് പൊടിച്ചിട്ടില്ല ഈ കശ്മലന്റെ കണ്ണീന്ന്. അഭിജയ്, ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട മണ്ഡലത്തിൽ നിങ്ങൾക്കാരോടെങ്കിലും ഒരല്പം സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ അത് എന്നോട്, ഭദ്രയോട്, ഇടക്കാലം കൊണ്ട് ലേശം പൊടിക്ക് ഇവളോട്, നിർമ്മല ജോണിനോട്. വന്നേ, തീരുമാനിക്കാനുണ്ട്. ബാലു വെയിറ്റ് ചെയ്യുന്നുണ്ട്. നോ ബൂസ്, നോ സ്പ്ലിഫ്, നോ സ്റ്റഫ്. അതാ സേതുവിന്റെ പുതിയ കോഡ്, പുതിയ നിയമം ഫോർ ഹെലൻ കോദ. എടി, നീ ഇത് കത്തിക്കണ്ട. നിന്റെ ഹാൻഡ് ബാഗ് ഒന്ന് തുറന്നാ മതി, 1 മൈൽ ദൂരെ ഇതിന്റെ ചൂര് കിട്ടും. ഈ പുല്ലിന്റെ എനിക്ക് അപ്പിച്ചായിക്കും ഒക്കെ. He's too possessive. അമൃതയായിട്ട് അല്പം വൈകി പോയെന്ന് വെച്ച് നിന്ന നിൽപ്പി കാലം ചെയ്ത് പോകത്തൊന്നുമില്ല നിന്റെ ഈ രാജാവ്. നീ ഇങ്ങനെ കിണ്ടി കോളാമ്പി പിടിച്ച് വാല നിൽക്കാതെ പൊയ്ക്കോ. എന്താ സേതു മൊത്തത്തിലൊരു കോൺസ്പിറസി മൂഡ്? ഭദ്രയോട് ചോദിച്ചപ്പോ അവള് പറഞ്ഞു ഫോണിൽ പറയാൻ പറ്റില്ല എന്ന്. എന്താടാ, എനിതിങ് ഗ്രോസ്? യെസ്, കമ്പിളി കണ്ടം ജോ. അപ്പിച്ചായി കാടിറങ്ങിയ കാലം മുതല് ഹൈറേഞ്ചില് ബോർഡറിന് അപ്പുറത്തും ഇപ്പുറത്തും വനത്തിൽ എന്റെയും നിന്റെയും അപ്പിച്ചായുടെയും അംബാസിഡർ അവനാ ജോസ്. കൃത്യമായി പറഞ്ഞാൽ നമ്മൾ ജോസിന് മുൻകൂർ പണം കൊടുക്കുന്നു. കൊടും കാട് കയറി കൃഷി ഇറക്കി വിളവെടുത്ത് നമ്മുടെ സ്വാധീനവും സംവിധാനങ്ങളും ഉപയോഗിച്ച് അവനത് നമ്മൾ പറയുന്നിടത്ത് എത്തിച്ചു തരുന്നു. നമ്മളത് ഒരുപാട് കോടികൾക്ക് കടൽ കടത്തുന്നു ത്രൂ ഹെലൻ. അതാണ് സിസ്റ്റം. ജോസ് വാസ് ലോയൽ, ലോ പ്രൊഫൈൽ ആൻഡ് റിലയബിൾ ഈ അടുത്ത കാലം വരെ. പക്ഷേ ഇനി അങ്ങോട്ട് ബോർഡറിന് അപ്പുറം നിന്നുള്ള തമിഴന്മാര്, രാമേശ്വരം, ധനുഷ്കോടി വഴി കടലിനപ്പുറം നിന്നുള്ള അവരുടെ ലിങ്കുകൾ, അവരിപ്പോൾ ജോസിനൊരു വല വിരിച്ചു വെച്ചിരിക്കുക. നമ്മളിപ്പോൾ കൊടുക്കുന്നതിന്റെ 4 ഇരട്ടി ഓഫർ. വലയിൽ വീണു പോകാതിരിക്കാൻ ജോസിന് പറ്റില്ല. അവൻ അതിന് ആഗ്രഹവും ഇല്ല. ഹീസ് ജസ്റ്റിഫൈഡ്. ഒരുപാട് വളരാൻ മോഹിച്ചു പോയാ പിന്നെ
ഒരുത്തനും ജീവിതത്തിൽ ഒരിക്കലും ഒരാളോടും ലോയലാവാൻ കഴിയില്ല. ഹ, അത് ഞാനായാലും നീ ആയാലും. ഇടുക്കിയിൽ എസ് പി ആയിരിക്കുമ്പോ ജോസ് ഒരുപാട് വനവിഭവങ്ങൾ കൊണ്ടുവന്ന് കാഴ്ചവെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കടപ്പാടുണ്ട് നിന്റെ നോട്ടത്തില്. ഡാ, ഹ, അത് മറന്നേക്ക്. ഒരു ജോസ് കൂട്ടം തെറ്റിയാല് ഒരുപാട് ജോസുമാർ ഉണ്ടായി വരും പിന്നാലെ. കൂട്ടം തെറ്റാൻ ഐ വാണ്ട് എ പോലീസ് ഓപ്പറേഷൻ. എന്തായടാ ട്രേസ് ചെയ്തോ? യെസ്, യുവർ ടാസ്ക്. ഡൺ. ആട്ടോ. ആ എന്നാ ബാക്കി നീ വെച്ചോ. ജോസേ